ഒരു എക്സാമിന്റെ റിസൾട്ടിൽ പാസ് ആണോ ഫെയിൽ ആണോ എന്ന് പൈത്തണിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ, ഒന്നുകിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ. അതായത് ഒന്നുകിൽ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലെങ്കിൽ എൽസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞാൽ പാസും ഫെയിലും മാത്രമല്ലല്ലോ, അവിടെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടാവില്ലേ. ലൈക്ക് 90 എബോവ് ആണെങ്കിൽ A+, പിന്നെ A, B+, ഇങ്ങനെ കുറേ ഗ്രേഡ്സ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ഇഫ് എൽസ് ഇങ്ങനെ രണ്ട് കണ്ടീഷൻ മാത്രം വെച്ചിട്ട് പറയാൻ പറ്റില്ല, അവിടെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണ് ഉള്ളത്. സോ പൈത്തണിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഹാൻഡിൽ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ വെൽക്കം ടു പൈത്തൺ സ്റ്റോറീസ്. അപ്പോൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ സിൻടാക്സ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇനി മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ എൽഇഫ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഇഫ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും അതിൻ്റെ ലോജിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കണ്ടീഷനും കൂടി എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഇഫ് ബ്ലോക്ക് കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ച് അവിടെ എൽ ഇഫ് എന്ന് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ അടുത്ത കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ എനിക്ക് കൊടുക്കാം. അതായത് ഇഫിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് പോലെ തന്നെ സെയിം തന്നെയാണ്. എൽ ഇഫ് എന്ന് കൊടുത്തിട്ട് കണ്ടീഷൻ കൊടുക്കുക, കോളൻ കൊടുക്കുക, എൻ്റർ അടിക്കുക. എന്നിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്ത് ലോജിക്കാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതവിടെ കൊടുക്കുക. നേരത്തെ പറഞ്ഞ ഇൻറ്റൻറ്റേഷൻ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് എൽ ഇഫ് കണ്ടീഷൻ്റെ സിൻടാക്സ്. ഇതുപോലെ എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ എൻ്റർ അടിക്കുക, എൽ ഇഫിൻ്റെ ഉള്ളിൽ അടുത്ത കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ അവിടെ കൊടുക്കുക. ദെൻ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ലോജിക്ക് എന്താണോ ആ ലോജിക്ക് ആ എൽ ഇഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ എഴുതുക. ഇങ്ങനെയാണ് ഇഫ് എൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സിൻടാക്സ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇഫ് കണ്ടീഷൻ നോക്കും. ഇഫിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കണ്ടീഷനാണോ എഴുതിയിരിക്കുന്നത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ലോജിക്ക് എക്സിക്യൂട്ട് ആവും. ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം സ്കിപ്പ് ചെയ്യും. ഇനി ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. അടുത്ത എൽ ഇഫിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലോജിക്ക് എക്സിക്യൂട്ട് ചെയ്യും, ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യും. ഇനി ഇഫിലോ എൽ ഇഫിലോ കൊടുത്തിരിക്കുന്ന ഒരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം എൽസ് ബ്ലോക്കിലേക്ക് വരും, അവിടുത്തെ ലോജിക്കായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാമിലേക്ക് പോകാം. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം എഴുതിയ പ്രോഗ്രാമാണ്. അതായത് ഒരു മാർക്ക് ഇൻപുട്ടായിട്ട് വാങ്ങിക്കുന്നു, അത് 40 ആൻഡ് എബോവ് ആണെങ്കിൽ പാസ് എന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ ഫെയിൽ എന്ന് കാണിക്കുന്നു. നമുക്കിപ്പോൾ പാസ് ഫെയിൽ എന്ന് കാണിക്കുന്നതിന് പകരം ഇഫ് എൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഗ്രേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 മാറ്റി അവിടെ 90 എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഗ്രേഡായിട്ടുള്ള A+ ഗ്രേഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് അടുത്ത കണ്ടീഷൻ 80 എബോവ് ആണെങ്കിൽ, അതായത് 80 മുതൽ 89 വരെ, ബിലോ 90 വരെ ഉള്ളതാണെങ്കിൽ എനിക്ക് A ഗ്രേഡ് എന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ അടുത്ത കണ്ടീഷനായിട്ട് എൽ ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ എന്ന് നോക്കും. അതിൻ്റെ ഉള്ളിൽ പ്രിന്റ് A ഗ്രേഡ് എന്ന് കൊടുക്കുന്നു. ഇതുപോലെ അടുത്ത എൽ ഇഫ് എഴുതി മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണെങ്കിൽ B+, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ B, ഇങ്ങനെ ഓരോരോ ഗ്രേഡായിട്ട് ഓരോ എൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനുള്ളിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 വരെ എൽ ഇഫിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 40 ലെസ് ആയിട്ടുള്ള ഏത് വാല്യൂ ആണെങ്കിലും B+ ഗ്രേഡ് എന്ന് പ്രിന്റ് ചെയ്യാനാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എൻ്റർ ദി മാർക്സ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു മാർക്ക് അവിടെ കൊടുക്കുകയാണ്, 85 എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് A ഗ്രേഡ് എന്നാണ് പ്രിന്റ് ചെയ്ത് വന്നത്. കാരണം എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ എന്നുള്ളതാണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, കാരണം മാർക്സ് 85 ആണല്ലോ. അപ്പോൾ അടുത്ത കണ്ടീഷനിലേക്ക് പോകും, മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ എന്ന്. ആ കണ്ടീഷൻ ട്രൂ ആണ്, 85 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 80 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ ലോജിക്ക് പ്രിന്റ് A ഗ്രേഡ് എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. അത് അവിടെ വർക്ക് ആവുന്നുണ്ട്. A ഗ്രേഡ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു. എൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് തന്നെ അതിന് താഴോട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു കണ്ടീഷനും അത് ചെക്ക് ചെയ്യില്ല, ബാക്കിയുള്ളതെല്ലാം സ്കിപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ബാക്കിയുള്ള കണ്ടീഷനിൽ കൊടുത്തിരിക്കുന്നതൊന്നും അവിടെ പ്രിന്റ് ചെയ്യാത്തത്. ഏത് ബ്ലോക്കിലാണോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അത് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്നുകൂടി റൺ ചെയ്ത് വേറൊരു ഇൻപുട്ട് കൊടുത്ത് നോക്കാം. ഞാനവിടെ മാർക്സ് 67 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ടിൽ B ഗ്രേഡ് എന്ന് കിട്ടുന്നുണ്ട്. അവിടെ ഞാൻ മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് കൊടുത്തിരുന്ന എൽ ഇഫ് കണ്ടീഷനാണ് അവിടെ വർക്ക് ആവുന്നത്. ഇനി നമുക്ക് എൽസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻപുട്ടും കൂടെ കൊടുത്തു നോക്കാം. ഞാനിപ്പോൾ ആ പ്രോഗ്രാം റൺ ചെയ്തിട്ട് എൻ്റർ ദി മാർക്സിൻ്റെ അവിടെ 30 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ടായിട്ട് D+ ഗ്രേഡ് എന്നാണ് വരുന്നത്. കാരണം ഞാൻ അവിടെ ഇഫിലോ എൽ ഇഫിലോ കൊടുത്തിരിക്കുന്ന ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ഫൈനലി എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും.
അപ്പോൾ എൽസിൽ ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരുന്നത് D+ ഗ്രേഡ് ആണ്, അതുകൊണ്ട് എനിക്കതവിടെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇഫ്, എൽഇഫ്, എൽസ് സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നത്. പൈത്തണിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇഫ്, എൽഇഫ്, എൽസ് ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ഇനി നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.